ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ കിഫ്ബി പദ്ധതിയിലൂടെ 949 കോടി രൂപയുടെ പദ്ധതികളാണ് ഇതുവരെയായി നടപ്പാക്കി വരുന്നത്. ഇതിൽ ഏതാണ്ട് പൂർണ്ണമായും പല പദ്ധതികളും പൂർത്തീകരിച്ചു കഴിഞ്ഞു. മറ്റ് പദ്ധതികൾ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കും. ഇത് ആരോഗ്യ മേഖലയിൽ, കുടിവെള്ള പദ്ധതികൾ, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, പൊതുഗതാഗതം, അതുപോലെ തന്നെ തീരദേശ ജലപാത, തീരദേശ ഹൈവേ, അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടത്, സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകൾ, സയൻസ് പാർക്കിൻ്റെ വികസനം, അതുപോലെ റെയിൽവേ ഓവർബ്രിഡ്ജ് തുടങ്ങിയ പദ്ധതികളാണ് കിഫ്ബി പ്രോജക്റ്റിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. ഇത് മറ്റൊന്ന് ആരോഗ്യ മേഖലയിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വികസനമാണ്. അതിന് 73 കോടി രൂപയുടെ പ്രോജക്റ്റാണ് നടപ്പാക്കി വരുന്നത്. അത് ഈ വരുന്ന ഡിസംബർ ജനുവരി മാസങ്ങളിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലായിട്ടുണ്ട്, പുരോഗമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുടിവെള്ള പദ്ധതികൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്നു. ഒന്ന് ചിറയൻകീഴ് കുടിവെള്ള പദ്ധതി, അത് ഏതാണ്ട് 20 കോടി രൂപ കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. അതിൻ്റെ പദ്ധതി നടത്തിപ്പ് ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി 40 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ നടപടികൾ മുന്നോട്ട് പുരോഗമിക്കുകയാണ്. കൂടാതെ ഒരു ഫിഷറീസ് മാർക്കറ്റ് കടയ്ക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. മുതലപ്പുഴി ഹാർബറിൻ്റെ തീരദേശം സംരക്ഷിക്കുന്നതിന് വേണ്ടി 26 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ ഗവൺമെൻറ് അംഗീകരിച്ചു. അതിൻ്റെ നടപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പിന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ വിപ്ലവകരമായ മാറ്റമാണ് ഈ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് എൻ്റെ നിയോജകമണ്ഡലത്തിലെ മിക്കവാറും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളും വലിയ നിലയിൽ ഹൈടെക് നിലവാരത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തോന്നക്കൽ ഹയർ സെക്കൻഡറി സ്കൂള്, ഹയർ സെക്കൻഡറി സ്കൂള്, അതുപോലെ തന്നെ അഴൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഴൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങിയ എൻ്റെ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് വിനിയോഗിച്ചിട്ടുണ്ട് കിഫ്ബിയിൽ നിന്ന്. കൂടാതെ കായ്ക്കര പാലത്തിൻ്റെ നിർമ്മാണം, ലാൻഡ് അക്വിസിഷൻ നടപടി പൂർത്തിയാക്കി പാലത്തിൻ്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കുന്നതാണ്. അതിനായി ഏതാണ്ട് 33 കോടി രൂപ അതിനുവേണ്ടി നീക്കി വച്ചിട്ടുണ്ട്. ജീവിരാജ സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന് പറയുന്ന സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി 56 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ആലങ്കോട് നിന്ന് മീരാങ്കട വരെയുള്ള ഒരു ദീർഘദൂര നീളത്തിലുള്ള ഒരു റോഡിൻ്റെ ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാവുന്നു. 46 കോടി രൂപയാണ് അതിന് വേണ്ടി വിനിയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ ഒരു വികസന പ്രവർത്തനം എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത് തോന്നക്കൽ കേന്ദ്രീകരിച്ചുള്ള ബയോ സയൻസ് പാർക്കിൻ്റെ വികസനമാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി 301 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം, അടിസ്ഥാന സൗകര്യം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്.
ഇങ്ങനെ ആരോഗ്യ മേഖലയിലും പിന്നെ റെയിൽവേ ഓർബിറ്റ് നിർമ്മിക്കുന്ന കാര്യത്തിലായാലും സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും ഗതാഗത രംഗത്തും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട രംഗത്തുമൊക്കെ ഇത് ഈ രീതിയിൽ ഒരുപാട് പുരോഗതികൾ കൈവരിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള പ്രോജക്റ്റുകളാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് ഈ വരുന്ന ജനുവരി മാസത്തോടുകൂടി ഈ പറയുന്ന എല്ലാ പ്രോജക്റ്റുകളും ഏറെക്കുറെ പൂർത്തിയാക്കാൻ സാധിക്കും. ഇത് എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഒരു സമഗ്ര വികസനം, ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള വലിയൊരു വികസനമാണ് കിഡ്ബി പദ്ധതിയിലൂടെ നടപ്പാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് പ്രത്യക്ഷത്തിൽ ജനങ്ങളിടയിൽ വലിയ മതിപ്പുളവാക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇവയെല്ലാം. ഇത് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായ പദ്ധതികളാണ്. വർഷക്കാലം കാത്തിരിക്കുന്ന പല പദ്ധതികളും നടപ്പാക്കാൻ സാധിച്ചത് ഈ കിഡ്ബി പദ്ധതിയിലൂടെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മഹത്തായ കാര്യം. ഈ റെയിൽവേ ഓവർബ്രിഡ്ജൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പ്രോജക്റ്റാണ്. അത് കിഡ്ബി എന്ന് പറയുന്ന ഈ പദ്ധതി സംവിധാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതിപ്പോൾ യാഥാർത്ഥ്യമാക്കി അത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത്. അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസന രംഗത്തായാലും ജനങ്ങൾ ആഗ്രഹിച്ച ഒരു ചിരകാലം ആഗ്രഹിച്ച സ്വപ്നങ്ങളാണ് ഈ പദ്ധതിയിലൂടെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും കിഡ്ബി പദ്ധതികൾ കൊണ്ട് നാടിനും നാട്ടാർക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന വലിയ ഒരു ആശയം യാഥാർത്ഥ്യമാക്കി തീർത്തു കിഡ്ബി പ്രോജക്റ്റുകളിലൂടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് 25 വർഷം ഈ ആശയ രൂപീകരണത്തിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പദ്ധതികൾ നടപ്പാക്കി തുടങ്ങിയത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിലാണ് ഈ പദ്ധതികളെല്ലാം നമ്മൾ രൂപം നൽകി നടപ്പാക്കി തുടങ്ങിയത്. 25 വർഷക്കാലം 25 വർഷം പൂർത്തിയാക്കാൻ പോവുകയാണ് കിഡ്ബി എന്ന് പറയുന്ന ഈ പദ്ധതി നമ്മുടെ കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിയിട്ട്. ഈ പൂർത്തിയാക്കുന്ന ഈ വേളയിൽ ഈ പദ്ധതി കൊണ്ട് ചെറിയൻകര നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 17 പ്രോജക്റ്റുകൾ, ബൃഹത്തായ പ്രോജക്റ്റുകൾ നടപ്പാക്കി എന്നുള്ളതാണ്. അത് വിവിധ മേഖലകൾ, കുടിവെള്ളമായാലും വികസനവുമായി ബന്ധപ്പെട്ടുള്ള സകല മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ്. കുടിവെള്ളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. വിദ്യാഭ്യാസം അതും അതുപോലെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. ആരോഗ്യം അതും പ്രധാനപ്പെട്ട മേഖലയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, റോഡുകളായാലും പാലങ്ങളായാലും റെയിൽവേ ഓവർബ്രിഡ്ജുകളായാലും ഗതാഗതവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അതും നമ്മൾ നടപ്പാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ സർവസ്പർശിയായ വികസനവുമായി ബന്ധപ്പെട്ട മേഖലയൊക്കെ സ്പർശിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് രൂപം നൽകിയ കിഡ്ബിയിലൂടെ ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിന് ആക്കി തീർക്കാൻ സാധിച്ചത്. അത് ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഈ പരിപാടി ഈ കിഡ്ബി എന്ന് പറയുന്ന പ്രോജക്റ്റ് 25 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത്രയും കാര്യങ്ങൾ ഈ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഗവൺമെൻറ്റിനും ഈ 25 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വീണ്ടും ഈ പദ്ധതിയുടെ കീഴിൽ വരുന്ന നാളുകളിൽ കൂടുതൽ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകാനുമൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രജത ജൂബിലിയിൽ കിഫ്ബി ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം.